നമ്മളിൽ ഭൂരിഭാഗം പേർക്കും ഒരു SBI അക്കൗണ്ട് കാണും. പക്ഷെ നമ്മൾ അശ്രദ്ധയോടെ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളെ ദോഷകരമായി ബാധിക്കും. വലിയ സൈബർ തട്ടിപ്പുകാർ നമ്മുടെ പുറകെ തന്നെയുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ SBI ഉപഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. പ്രധാനമായിട്ടും നിങ്ങളുടെ പണം നഷ്ടപ്പെടാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. ആദ്യത്തെ കാര്യം, ഈയിടെയായി പലർക്കും വരുന്ന വ്യാജ കോളുകളാണ്. ഞാൻ SBI കസ്റ്റമർ കെയറിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞാകും തുടക്കം. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, പാൻ കാർഡ് ലിങ്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അക്കൗണ്ട് ഉടനെ ബ്ലോക്ക് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കും. സത്യത്തിൽ ബാങ്ക് ഉദ്യോഗസ്ഥർ ഒരിക്കലും നിങ്ങളെ വിളിച്ച് ഭീഷണിപ്പെടുത്തി വിവരങ്ങൾ ചോദിക്കില്ല. അവർക്ക് നിങ്ങളുടെ OTPയോ പിൻ നമ്പറോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇത്തരം കോളുകൾ വന്നാൽ പേടിക്കണ്ട, അപ്പോൾ തന്നെ ഫോൺ കട്ട് ചെയ്തോളൂ. ഇനി അടുത്ത കാര്യം എന്താണെന്ന് നോക്കാം. നമ്മുടെ വാട്സാപ്പിലോ അല്ലെങ്കിൽ SMS വഴിയോ വരാറുള്ള മെസ്സേജുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ റിവാർഡ് പോയിന്റ് ക്ലെയിം ചെയ്യാൻ ഈ ലിങ്കിൽ കയറൂ എന്നൊക്കെ കാണാം. നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നേരെ പോകുന്നത് SBIയുടേത് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വ്യാജ വെബ്സൈറ്റിലാകും. അവിടെ നമ്മൾ ലോഗിൻ ഡീറ്റെയിൽസ് നൽകിയാൽ പിന്നെ ഒന്നും നോക്കണ്ട, നമ്മുടെ അക്കൗണ്ടിന്റെ കൺട്രോൾ അവരുടെ കയ്യിലാകും. അതുകൊണ്ട് ബാങ്കിന്റെ ഒഫീഷ്യൽ സൈറ്റായ online.sbi.bank.in മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. 3. യോനോ ആപ്പ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പണമിടപാടുകൾക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് യോനോ ആപ്പാണ്. ഇതിൽ വരുന്ന ഒരു പ്രധാന അബദ്ധം എന്താണെന്ന് വെച്ചാൽ, ചിലർ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ട ലിങ്കുകളിൽ നിന്നും ആപ്പ് ഡൗൺലോഡ് ചെയ്യും. അത് വലിയ അപകടമാണ്. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ മാത്രം യോനോ ഇൻസ്റ്റാൾ ചെയ്യുക. അതുപോലെ പബ്ലിക് വൈഫൈ ഉപയോഗിച്ച് ബാങ്കിംഗ് ആപ്പുകൾ ലോഗിൻ ചെയ്യാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം. 4. OTPയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. തട്ടിപ്പുകാർക്ക് നിങ്ങളുടെ അക്കൗണ്ട് തുറക്കാൻ വേണ്ട അവസാന താക്കോലാണ് OTP. അവർ നിങ്ങളെ വിളിച്ചു പറയും നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്, അത് അക്കൗണ്ടിലേക്ക് വരാൻ ഈ OTP ഒന്ന് പറയൂ എന്ന്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് പണം ലഭിക്കാൻ OTPയുടെ ആവശ്യമില്ല. പണം അക്കൗണ്ടിൽ നിന്ന് പോകാനാണ് OTP ചോദിക്കുന്നത്. അതുകൊണ്ട് ആരോടും അത് ബാങ്കിൽ നിന്നാണെന്ന് പറഞ്ഞു വിളിച്ചാൽ പോലും OTP ഷെയർ ചെയ്യരുത്. 5. ATM സുരക്ഷയിൽ വിട്ടുവീഴ്ച വേണ്ട. ATMൽ കയറുമ്പോൾ അവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. പിൻ നമ്പർ അടിക്കുമ്പോൾ കീപാഡ് കൈകൊണ്ട് മറിച്ചു പിടിക്കുന്നത് ഒരു ശീലമാക്കുക. മെഷീനിൽ എന്തെങ്കിലും അസ്വാഭാവികത തോന്നിയാൽ ആ ATM ഉപയോഗിക്കരുത്. അതുപോലെ ഡെബിറ്റ് കാർഡിന്റെ മുൻഭാഗത്തെയും പിൻഭാഗത്തെയും ഫോട്ടോകൾ ആർക്കും അയച്ചു കൊടുക്കരുത്. സുരക്ഷിതമായിരിക്കാൻ ഈ 4-5 കാര്യങ്ങൾ എപ്പോഴും ഓർക്കുക. ബാങ്കിന്റെ ഒഫീഷ്യൽ ആപ്പുകൾ മാത്രം ഉപയോഗിക്കുക. ലോഗിൻ പാസ്വേഡുകൾ ഇടയ്ക്കിടെ മാറ്റുക. വരാറുള്ള SMS അലേർട്ടുകൾ കൃത്യമായി വായിച്ചു നോക്കുക. ആരുമായും OTP ഷെയർ ചെയ്യരുത്. അനാവശ്യ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക. സൈബർ ലോകത്തിൽ തട്ടിപ്പുകാർ പുതിയ വഴികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പണം നമ്മൾ തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആരും കാണില്ല. ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. പ്രത്യേകിച്ച് പ്രായമുള്ളവർക്കും വീട്ടമ്മമാർക്കും ഇത് ഉപകാരപ്പെടും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള ബാങ്ക് അപ്ഡേറ്റുകൾക്കായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.